മന്ത്രവാദം നടത്തിയെന്നാരോപിച്ച് ഒരു കുടുംബത്തിലെ 5 പേരെ ആൾക്കൂട്ടം തീയിട്ട് കൊന്നു. ബീഹാറിലെ പൂർണിയയിലാണ് സംഭവം. ഞായറാഴ്ച വൈകിട്ടാണ് കൊടിയ ക്രൂരത നടന്നത്. കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട 16-കാരൻ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. 250ഓളം പേർ ആക്രമണത്തിൽ പങ്കുചേർന്നെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അനൂപ് ദാസാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അനൂപ്, നടക്കുന്ന സംഭവം എന്നല്ലാതെ പറയാനാകുന്നില്ല, എന്താണ് വിശദാംശങ്ങൾ? ഞായറാഴ്ച വൈകിട്ട് ഏതാണ്ട് ഒരു 300ഓളം വരുന്ന ആൾക്കൂട്ടം ഈ ബാബുലാൽ എന്ന ആളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി 5 പേരെ കൊലപ്പെടുത്തുകയാണ് ആദ്യം ചെയ്തത്. ബാബുലാൽ ഒരു 50 വയസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ സീതാദേവി. ഈ സീതാദേവി മന്ത്രവാദം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ബാബുലാലിന് പുറമെ സീതാദേവി, ബാബുവിന്റെ അമ്മ കാന്തോ ദേവി, ഒപ്പം തന്നെ മഞ്ജിത് കുമാർ എന്ന 25 വയസ്സുകാരൻ, അത് ബാബുലാലിന്റെ മകനാണ്. ഒപ്പം തന്നെ ആ മകന്റെ ഭാര്യ റാണി ദേവി 22 വയസ്സുകാരി, ഇവരെയാണ് കൊലപ്പെടുത്തിയത്. സോനു കുമാർ എന്ന 16 വയസ്സുകാരൻ ബാബുലാലിന്റെ മകനാണ്, ഇളയ മകൻ. അവൻ രക്ഷപ്പെട്ട് ഓടി. അതിനുശേഷം പോലീസിൽ വിവരം അറിയിച്ചപ്പോഴാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്തതെന്നുൾപ്പെടെ മനസ്സിലാക്കിയ കാര്യം, ആദ്യം കൊലപ്പെടുത്തിയ ശേഷം 5 പേരെയും പിന്നീട് ഡീസൽ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു എന്ന മൊഴിയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് വന്നത്. എന്തായാലും ഈ കേസ് അന്വേഷണവുമായി സഹകരിക്കാൻ ഈ ഗ്രാമത്തിലെ ആരും തന്നെ തയ്യാറാവുന്നില്ല എന്നതാണ് പോലീസിനെ സംബന്ധിച്ച ഒരു പ്രശ്നം. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുൻപ് ഗ്രാമത്തിൽ ഒരു ചെറിയ കുട്ടി മരിച്ചിരുന്നു. അത് കൊലപാതകമാണ് എന്നും മന്ത്രവാദത്തിന്റെ പേരിലുള്ള കൊലപാതകമാണ് നടന്നത് എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ആൾക്കൂട്ടം 5 പേരെയും കൊലപ്പെടുത്തുകയും പിന്നീട് കത്തിക്കുകയും ചെയ്തത്. ശരി, അനൂപ് ദാസാണ് വിശദാംശങ്ങൾ നൽകിയത്. വിശദമായ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ രൂപീകരിച്ച് അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് ബീഹാർ പോലീസ്.